ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് അടിപൊളി ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എലികളുടെ ശല്യം മാറാൻ വേണ്ടി നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാട്ടോ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതിന് വേണ്ടത് ഒരു 2 പാരസെറ്റാമോളോ ഡോളോയോ അങ്ങനത്തെ എന്തെങ്കിലും ഗുളിക വേണം കേട്ടോ. ഞാനിവിടെ 2 ഗുളിക നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബിസ്ക്കറ്റാട്ടോ. ബിസ്ക്കറ്റോ ഏത് ബിസ്ക്കറ്റായാലും കുഴപ്പമില്ല, പഴയ ബിസ്ക്കറ്റുകളൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. ഇതുപോലെ ഫുഡിൻ്റെ എന്തെങ്കിലും സാധനം വേണം കേട്ടോ. നമുക്ക് എലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടത്. അതാകുമ്പോൾ എലി പെട്ടെന്ന് വന്ന് കഴിക്കുകയും ചെയ്യും. അപ്പം ഞാനിവിടെ ബിസ്ക്കറ്റും ആ ഗുളികയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ മഴയുള്ള സമയത്തൊക്കെ എലികളുടെ ശല്യം ഒരുപാട് ഉണ്ടാകാറുണ്ട്. നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ സൈഡിലും ഒക്കെ എലി വന്ന് നന്നായിട്ട് തന്നെ നമ്മളെ ശല്യപ്പെടുത്താറുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ വേണ്ടതോ പപ്പടം കേട്ടോ. ഞാനിവിടെ പപ്പടം ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു 4 പീസായിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഐറ്റംസൊക്കെ ആകുമ്പം എലി വളരെ പെട്ടെന്ന് തന്നെ വന്നത് കഴിക്കും കേട്ടോ. ഇനി നമ്മളിതോ ഇതുപോലെ ആ പപ്പടം നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചെറിയ നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എലി വരുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് കൊണ്ട് വയ്ക്കാം. പിന്നെ ഇങ്ങനത്തെ ടിപ്സൊക്കെ നിങ്ങൾ ചെയ്യുമ്പം എന്തായാലും സുരക്ഷിതമായിട്ട് തന്നെ ചെയ്യണം. കുട്ടികളുള്ള സമയത്തൊന്നും ഇതുപോലത്തെ ടിപ്സൊന്നും ചെയ്യരുത്. രാത്രി മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. എന്നിട്ട് എലി വരുന്ന സ്ഥലത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. മറ്റുള്ള ജീവികളൊക്കെ വരുന്ന സ്ഥലത്ത് ഇത് വെച്ച് കൊടുക്കരുത്. കോഴി അങ്ങനത്തെ ജീവികളൊക്കെ ആകുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് തിന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഒരു പപ്സോ സമോസയൊക്കെ വേണമെങ്കിൽ പറയാം, ഇതുപോലെ ആക്കി വെച്ചാൽ മതി കേട്ടോ. എലി വരുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ കൊണ്ട് വെക്കുക. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാട്ടോ. ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എന്തായാലും മതി കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. എല്ലാവരുടെയും വീട് കാണുമല്ലോ, ഗരം മസാലയ്ക്ക് നല്ലൊരു സ്മെല്ലുണ്ടല്ലോ. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാട്ടോ. പഴയ കുരുമുളകായാലും മതി കേട്ടോ. കുറച്ച് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഹാർപ്പിക്കാട്ടോ. ഹാർപ്പിക്കും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇന്നത്തെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഹാർപ്പിക്ക് വെച്ച് നന്നായിട്ട് മിക്സാക്കി ചെറിയൊരു ബോൾ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. എലി ശല്യം മാറാൻ നല്ലൊരു റെമഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കാൻ എലികളൊക്കെ വരുമല്ലോ. അപ്പോൾ ഇതുപോലെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എലി എന്തായാലും ഇതെടുത്ത് കഴിക്കും. അല്ലെങ്കിൽ ഇതുപോലെ പേപ്പറിലൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എലി ശല്യമുള്ള വീടുകളിലൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ പറയണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഉണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. പിന്നെ നമ്മൾ എന്തായാലും ഇത് കൈ കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും കൈ നന്നായിട്ടൊന്ന് ഹാൻഡ് വാഷ് ഇട്ട് നന്നായിട്ട് വൃത്തിയായി കഴുകണം കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികളുള്ള സമയത്തൊന്നും ഇതുപോലത്തെ ടിപ്സൊന്നും ചെയ്യരുത്. രാത്രികളിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.